ഹോർമുസ് കടലിടുക്കിൽ വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം അമേരിക്ക കൊണ്ടുവന്നിരിക്കുകയാണ്. അമേരിക്കയുടെ 10,000-ലധികം സൈന്യവും അതേപോലെ കപ്പലുകളും വിന്യസിപ്പിച്ചത് 2023 മാർച്ച് 13 അഥവാ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ച നടക്കുമ്പോൾ തന്നെ ഇത്രയും ആയിരക്കണക്കിന് സൈനികരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കുകയും സൗകര്യമായ എല്ലാ സംവിധാനങ്ങളും അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയത്. ഹോർമുസ് കടലിടുക്കിനെ ഞങ്ങൾ സുരക്ഷിത മേഖലയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, മാത്രമല്ല ആർക്ക് വേണമെങ്കിലും പോകാനും വരാനും ഞങ്ങൾ പ്രേരിപ്പിക്കുന്നു. പക്ഷേ ഒരൊറ്റ കാര്യം, ഞങ്ങൾ എന്ത് ചെയ്യില്ല, എസ്കോർട്ട് ചെയ്യില്ല. അഥവാ മീൻസ് നിങ്ങളുടെ ആ ഒരു സംവിധാനം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്നുള്ള ബേജാറ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പോകാം. എസ്കോർട്ട് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കില്ല. അതേത് രാജ്യത്തിൻ്റെതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗം അഥവാ അമേരിക്ക ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് IRGCക്ക് വളരെ വലിയ എളുപ്പത്തിലാക്കിയിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ. അതിൽ പ്രധാനമായ ഒരു എളുപ്പകാര്യം എന്ന് വെച്ചാൽ ഇവർ ടോള് പിരിക്കുന്നതിനോടൊപ്പം അവിടെ നിന്ന് പുറത്തേക്ക് കടത്തി കൊടുക്കാൻ IRGCക്ക് വളരെ നല്ല ത്യാഗങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് എസ്കോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതോടുകൂടി അവിടെ നിന്ന് തൽക്കാലം മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവർക്ക് അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് ഇറാൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹോർമുസ് കടലിടുക്കുള്ള പോലീസിങ് അല്ലെങ്കിൽ സൂപ്പർ പോലീസിങ് ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെയാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് ഞങ്ങളെല്ലാ കപ്പലിനെയും ആശംസിക്കുന്നു, അതേപോലെ തന്നെ പ്രേരിപ്പിക്കുന്നു ഏതിലൂടെ കടന്നു പോകാൻ, ഹോർമുസ് കടലിടുക്കിലൂടെ. പക്ഷേ എസ്കോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവില്ല. എന്താണെങ്കിലും അവിടെ കൂടുതൽ സമാധാന പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇവർ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ വാർഷിപ്പുകളൊക്കെ മാറ്റിയിടുന്നത് ഇറാനെ പേടിച്ചിട്ടാണ്. ഇറാൻ്റെ പറച്ചിലുകൾ, IRGCയുടെ പറച്ചിലുകൾ മാത്രം പുറത്തേക്ക് ട്രംപ് എടുത്തു പറഞ്ഞില്ല. പകരം പറഞ്ഞു ഞങ്ങളവിടെ ഉണ്ടാവില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് അതിലൂടെ പോകാം എന്ന് പറയുമ്പം മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ ഏതെങ്കിലും വിധത്തിൽ അപകടത്തിലാക്കി ഇറാനെതിരെ ആ രാജ്യത്തെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും ഈ ഇറാനികൾ ചെയ്യില്ല എന്നത് ഉറപ്പാണ്. എന്നാലും വന്ന 10,000-ൽ-അധികം ആളുകളും അഥവാ സൈന്യവും അതുപോലെ വാർഷിപ്പും തൽക്കാലത്തേക്ക് ആ ഹോർമുസ് കടലെടുക്കിന് കുറച്ചകലത്തേക്ക് മാറിയിട്ടുണ്ട് എന്ന വാർത്തയും വരുന്നു. അതിൻ്റെ ശുഭ സൂചനയായിട്ട് ട്രംപ് പ്രേരിപ്പിക്കുന്നു എന്ന എല്ലാ കപ്പലുകളും അതിലൂടെ പോയിക്കോ, ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല, പ്രേരിപ്പിക്കുകയാണ്. അതോടൊപ്പം പറയുന്നു ഞങ്ങളുടെ ഒരു കാവലും നിങ്ങൾക്കുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യണ്ടെന്ന് പറയുന്നു. ഇതാണൊരു വാണിംഗ് ആയിട്ട് പറയുന്നത്. IRGCയുടെ ആ ടോള് പിരിവ് കറക്റ്റായിട്ട് നടത്തുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ എല്ലാവിധ സാമ്പത്തിക രംഗങ്ങളും വലിയ രൂപത്തിൽ പുരോഗമനത്തിൻ്റെ ഭാഗത്ത് എത്തി നിൽക്കുന്നു എന്ന വാർത്ത വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾ അറിയുമ്പോൾ വീണ്ടും നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.